നമസ്കാരം. ഇങ്ങനെയുള്ള റോഡുകളിലൂടെ മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. വണ്ടി സ്ലിപ്പായി പോകുന്ന പോലെയൊക്കെ പലർക്കും തോന്നും. ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത പോലെയൊക്കെ തോന്നും. ഇതിനൊക്കെ ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ട്രിക്കുകൾ നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെയുള്ള ട്രിക്കുകളെ പറ്റിയിട്ടാണ് ഈ ചാനലിൽ പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിതൊക്കെ നേരിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഇതൊരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു റോഡ് നിങ്ങൾ നോക്കുക. ഇത് ചെറിയൊരു കയറ്റാണ്. ഈ കയറ്റത്തിൽ നിർത്തി റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ വണ്ടി എടുത്തിട്ട് വേണം മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റോഡുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധ വേണം, ഒന്നാമത്തെ കാര്യം. പിന്നെ പലർക്കും ഇത് ഡ്രൈവ് ചെയ്യാൻ കഴിയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മെല്ലെ ആയിരിക്കും ഇത് ഡ്രൈവ് ചെയ്ത് പോവുക. നമ്മൾ മെല്ലെ തന്നെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. വളരെ ശ്രദ്ധയോടുകൂടി മെല്ലെ ഡ്രൈവ് ചെയ്ത് പോകണം. ഇത്തരം സ്ഥലങ്ങളിൽ നിർത്തി റൈറ്റും ലെഫ്റ്റും ഒക്കെ നോക്കിയിട്ടായിരിക്കണം വണ്ടി എടുക്കേണ്ടത്. ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിരിക്കണം. പിന്നെ കൃത്യമായിട്ട് ഹോണും ഉപയോഗിക്കണം. ഹോൺ ഉപയോഗിച്ചിട്ട് മാത്രമേ ഇത്തരം വഴികളിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകാൻ പാടുള്ളൂ. ഇനി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും നമ്മൾ നോർമലി എങ്ങനെയാണ് പോവുക? പതിയെ കയറ്റം കയറി പോകും അല്ലേ? അപ്പോൾ മഴക്കാലത്ത് പ്രത്യേകിച്ചും കുറച്ചൊന്ന് സ്പീഡ് കൂട്ടി പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വേഗത്തിലല്ല പറഞ്ഞത്, ചരലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ചൊന്ന് സ്പീഡ് കൂട്ടി പോവുക. ഇടയ്ക്ക് നിർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി കൃത്യമായിട്ടും മറ്റുള്ള റോഡിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ നിർത്തി എടുത്തിരിക്കണം. അപ്പോൾ വണ്ടികളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫുൾ സ്റ്റോപ്പ് ആക്കാതെ പതിയെ നോക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിർത്തിയിട്ട് തന്നെ എടുക്കണം. രണ്ട് സൈഡും കൃത്യമായിട്ട് നോക്കിയിട്ട് വണ്ടി ഇല്ലയെന്ന് ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നിർത്താതെ എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്, അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ കൃത്യമായിട്ട് ബോധ്യം ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. വളരെ മെല്ലെ നിർത്താതെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതൊരു ട്രിക്കാണ്. പിന്നെ താഴ്ന്ന് വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ നിർത്താതിരിക്കാൻ ശ്രമിക്കുക. ഒരേ സ്പീഡിൽ ഇങ്ങനെ കയറി മുകളിലോട്ട് വരിക. അപ്പോൾ വളരെ മെല്ലെ പോയി നിർത്തി എടുക്കുന്നതിന് പകരം ഗ്രാജ്വലി സ്പീഡ് കൂട്ടി മേലേക്ക് കയറി പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നിട്ട് അവിടെ നിന്നും കൃത്യമായിട്ട് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോവുക. ഫുൾ സ്റ്റോപ്പ് ആക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ലിപ്പ് ആവാതെ നമുക്ക് കറക്റ്റായിട്ട് വണ്ടി എടുത്തിട്ട് പോകാൻ കഴിയും. പലർക്കും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് മനസ്സിലായ പലരുടെയും കമൻറ്റ് കണ്ടു. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ടാവും. ചരലൊക്കെ ഇങ്ങനെ തെറിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതായത് ടയർ കറങ്ങി വണ്ടി മുമ്പോട്ട് പോകാത്ത അവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സ്പീഡ് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക. കൺട്രോൾ ഇല്ലാത്ത സ്പീഡല്ല എടുക്കേണ്ടത്. നമുക്ക് കൺട്രോൾ ഉള്ള പോലെ, നമ്മളുടെ കൺട്രോളിൽ വണ്ടി നിൽക്കുന്ന പോലെയുള്ള ഒരു സ്പീഡിൽ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഇത് നിങ്ങൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെ നിരവധി ട്രിക്കുകളുണ്ട്. അതൊക്കെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് വളരെ ഈസി ആയിട്ട് തോന്നും. അല്ലെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പണിയായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് ലെഫ്റ്റും റൈറ്റും പോകുമ്പോൾ കൃത്യമായിട്ട് വണ്ടിയുടെ മിറർ ഈ ഒരു റോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എത്തിയിട്ട് വണ്ടി തിരിക്കണം. അത് ലെഫ്റ്റിലേക്കായാലും റൈറ്റിലേക്കായാലും ആ മിറർ നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്താൽ ഈസി ആയിട്ട് ഇത്തരം റോഡിലൂടെയൊക്കെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ട്രിക്കുകളൊക്കെ ഡ്രൈവിങ്ങിൽ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും. ഏത് റോഡിലൂടെയും വളരെ കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാവും. പ്രാക്ടീസാണ് വേണ്ടത്. നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. ഇനി ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു, ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്തായാലും പല ടൈപ്പ് റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. കാരണം മഴയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പുതിയ റോഡിലേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കാൻ പാടില്ല. അപ്പോൾ പലതരം റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള റോഡുകളിലൂടെ ഇറങ്ങുമ്പോഴും അതേപോലെ തന്നെ കയറുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യാൻ നോക്കുക.